ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹെൽത്തി മലബാർ. വീണ്ടും ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ തുളസിയില വെച്ച് എങ്ങനെ ക്യാഷ് ചിലവില്ലാതെ നല്ലൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കാം എന്നതാണ്. ഇതിനു വേണ്ടി സോപ്പ് ബേസോ സോപ്പ് മോൾഡോ ഒന്നും തന്നെ ആവശ്യമില്ല. ഫ്രിഡ്ജിലും വെക്കേണ്ട ആവശ്യമില്ല. തുളസി സോപ്പ് ഉപയോഗിക്കുന്നത് മൂലം മുടി കൊഴിച്ചിൽ, താരൻ, മുടി പൊട്ടിപ്പോകൽ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നു. തുളസി സോപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നത് മൂലം തുളസിയുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു, താരൻ ഫംഗസുകളെ നശിപ്പിക്കുന്നു, ചർമ്മരോഗങ്ങൾ സുഖപ്പെടുന്നു. അങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ തലയ്ക്ക് ലഭിക്കുന്നു. ആരോഗ്യം മാത്രമല്ല, സൗന്ദര്യ സംരക്ഷണത്തിനും തുളസി ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് തുളസി സോപ്പ് അധികം ചിലവില്ലാതെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ? അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി എല്ലാവരും കാണുക. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലുള്ള തുളസി ചെടിയിൽ നിന്നും തുളസിയില പറിച്ചെടുക്കുക. ഞാൻ ചെറിയ തണ്ടോട് കൂടിയാണ് പറിച്ചെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മിക്സി ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരക്കാൻ വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ 1 സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ അലോവേര ജെൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. എൻ്റെ കൈവശമുള്ളത് കൊണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. ഈ അലോവേര ജെൽ ഇല്ല എങ്കിലും അത് പ്രശ്നമുള്ള കാര്യമല്ല. ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് അടിപൊളിയായി സോപ്പ് മേക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അലോവേര ജെൽ ഈ തുളസിയിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തുളസി നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഒരു ചെറിയ അരിപ്പയിലേക്ക് മാറ്റി അതിൻ്റെ നീര് മാത്രമായി അരിച്ചെടുക്കുക. തുളസി ഇലയിൽ നിന്നും തുളസി നീര് മാത്രമായി മാറ്റിയെടുക്കുക. ഒരു പഴയ അരിപ്പ ഉപയോഗിച്ച് തുളസി ഇല അരിച്ചെടുക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് തുളസി നീര് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ തുളസി നീര് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കാം. ഈ തുളസി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളൊരു സസ്യമാണ്. അതുപയോഗിച്ചൊരു സോപ്പ് ഉണ്ടാക്കിയാൽ എത്രമാത്രം നമുക്ക് തലക്കും നമ്മുടെ ചർമ്മത്തിനും ഗുണം കിട്ടുമെന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ തുളസി നീര് ലഭിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഇല്ല എങ്കിലും വിഷയമില്ല, എൻ്റെ കൈവശം ഉള്ളത് കൊണ്ട് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിച്ചത്. എൻ്റെ കൈവശമുള്ളത് കൊണ്ട് ഉപയോഗിച്ചു എന്ന് മാത്രം. ഇപ്പോൾ നമുക്കിവിടെ തുളസിയുടെ നീര് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഈ ഗുളിക പൊട്ടിച്ച് ഒഴിക്കുക. അത് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ 1 സ്പൂൺ ഇതിലേക്ക് ഒഴിച്ച് അതും കൂടി നല്ലപോലെ മിക്സാക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസായ ഗ്ലീസറിൻ കണ്ടൻ്റുള്ള സോപ്പാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിയേഴ്സ് സോപ്പാണ്. പിയേഴ്സ് സോപ്പ് ഇല്ല എങ്കിൽ സോപ്പ് ബേസൊക്കെ ഉപയോഗിക്കാം. സോപ്പ് ബേസാണ് സ്ഥിരമായി എല്ലാവരും സോപ്പ് മേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ പിന്നെ നമ്മുടെ എളുപ്പത്തിനും പിന്നെ ക്യാഷ് ചിലവ് കുറവിനും വേണ്ടിയിട്ടാണ് പിയേഴ്സ് സോപ്പ് ഉപയോഗിക്കുന്നത്. ഇത് പിയേഴ്സ് സോപ്പ് മുഴുവനായി ഞാൻ എടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുക. നല്ല ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുമ്പോൾ വേഗം മെൽറ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നത്. പഴയ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മുറിച്ചെടുക്കുക. അതായിരിക്കും നല്ലത്. സോപ്പ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നതിലൂടെ വേഗത്തിൽ മെൽറ്റായി കിട്ടുവാൻ സാധിക്കുന്നു. നമ്മളിവിടെ ഡബിൾ ബോയിങ് മെത്തേഡിലൂടെയാണ് സോപ്പ് മെൽറ്റാക്കി എടുക്കുന്നത്. ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ തുളസി സോപ്പിന് സാധിക്കുന്നുണ്ട്. നമ്മുടെ മുഖക്കുരു, പാടുകൾ അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഈ തുളസി സോപ്പ് സ്ഥിരമായി ഉപയോഗിക്കുന്നതിലൂടെ അതൊക്കെ മാറി സഹായിക്കുന്നു. തലയുടെ ചൊറിച്ചിൽ കുറയ്ക്കുവാനും മുടിക്കൊഴിച്ചിൽ അകറ്റുവാനും ഈ തുളസി സോപ്പ് സഹായകരമാണ്. ഇപ്പോൾ ഇവിടെ പിയേഴ്സ് സോപ്പ് ചെറിയ കഷ്ണങ്ങളായി കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഡബിൾ ബോയിങ് മെത്തേഡിലൂടെ മെൽറ്റാക്കിയെടുക്കുന്നു. നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തുളസി നീരൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നു. വേഗത്തിൽ മിക്സ് ചെയ്യണം, കാരണം വേഗം കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. ഇത് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇവിടെ മോൾഡിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുക. മോൾഡ് ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ പഴയ പാത്രത്തിലോ അല്ലെങ്കിൽ കടലാസ് ഗ്ലാസ്സിലോ ഒക്കെ ഒഴിച്ചാൽ മതി. മോൾഡ് ഒരു വിഷയമേ അല്ല. എൻ്റെ കൈവശം മോൾഡ് ഉള്ളത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഇനി ഈ തയ്യാറാക്കിയ മിക്സ് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെക്കുക.
സോപ്പ് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുവാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അടിപൊളിയായി തുളസി സോപ്പ് ലഭിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.